അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയ താരം ഓരോ ദിവസം ചെല്ലും തോറും ആളാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭർത്താവ് മരിച്ച, അതായത് നമുക്കറിയാം കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ ഭാര്യയാണ്. ആ ഒരു പരിഗണനയിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം വൈറലായത്. പക്ഷെ ഇപ്പൊ അവരതൊക്കെ അങ്ങ് മറന്നു. അവർക്കിപ്പോൾ കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരങ്ങ് തലമറന്ന് എണ്ണ തയ്ക്കാന്ന് പറയത്തില്ല, ആ ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്. ചില ആൾക്കാർ നമ്മൾ ഇവരെ വിമർശിക്കുമ്പോൾ കുറെ എണ്ണങ്ങൾ ഇങ്ങോട്ട് വരും. അവര് ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതിൽ ന്യായം. പക്ഷേ റീൽസ് നല്ല രീതിയിലുള്ള റീൽസൊക്കെ ഓക്കെ. പക്ഷേ ഇവർ ഓരോ ദിവസം ചെല്ലും തോറും ഇവരുടെ മൊത്തത്തിലുള്ള ഒരു ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. ഇവരെ ഞാനും സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ മാന്യമായിട്ടുള്ള രീതിയിൽ അവരെ അഭിനയിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ സപ്പോർട്ടാണ്. കാരണം അവർ വീട്ടിൽ ഒതുങ്ങിയിരുന്നാൽ അവരുടെ കുടുംബം കഴിയത്തില്ല. അതിന് അവർ തന്നെ ജോലി ചെയ്യണം. അപ്പം അതിന് നമ്മൾ സപ്പോർട്ടാണ്. പക്ഷെ ഇതുപോലുള്ള ചില പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഈ പറയുന്നവര് എന്താ പറയുക, ഇവർക്ക് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു കിടപ്പാടം ഇല്ലായിരുന്നു. എല്ലാവരും കൂടെ ഒരു കിടപ്പാടം, നല്ലൊരു വീടും എല്ലാം അവർക്ക് റെഡിയാക്കി കൊടുത്തു. അതൊക്കെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ജോലിയാണെങ്കിലും അവർക്കറിയാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അഭിനയമാണ്. ആ ഒരു അഭിനയ രംഗത്ത് അവരെത്തിയിരിക്കുകയാണ്. നല്ല കാര്യം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു താരം തന്നെയാണ് രേണു സുധി. എനിക്ക് തോന്നുന്നു കൊല്ലം സുധിയെക്കാട്ടി ഇപ്പോൾ കൂടുതൽ പേരും പ്രശസ്തിയും രേണു സുധിക്കാണ്. പക്ഷെ അതവർ ദുരുപയോഗം ചെയ്യുന്നു. കാരണം അവർക്കറിയാം അവരെന്ത് ചെയ്താലും വൈറലാണെന്നറിയാം. നിങ്ങൾ ഈ ഒരു ഡാൻസ് കണ്ടല്ലോ, അതിലവർ കാണിക്കുന്നതൊക്കെ കണ്ടില്ലേ? എവിടെയൊക്കെയോ അവർ കാണിക്കാൻ അങ്ങ് ശ്രമിക്കുകയാണ്. ഇത് കാണുമ്പോൾ എന്താ പറയുക, ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഹോട്ട് ലുക്കിലൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം ഇനി നമ്മൾ പലതും കാണേണ്ടി വരും. വീണ്ടും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് രേണു സുധി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ബിഗ് ബോസിൽ വരും എന്നുള്ള ഒരു കൺഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, ബിഗ് ബോസിൽ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ രേണു സുധി എന്താണെന്നും എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള ഹോട്ട് ലുക്കിലുള്ള ഡാൻസുകൾ പ്രതീക്ഷിക്കുന്നു. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇവരുടെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടിയാലേ വൈറലാകാൻ പറ്റുള്ളൂ എന്ന് നന്നായിട്ട് അറിയാം. എന്തായാലും കൊള്ളാം.